തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ ഇന്നലെ ആക്രമിച്ചത് പുലിയല്ല കരടിയാണ് എന്ന വിശദീകരണം വന്നിരിക്കുന്നു. വനംവകുപ്പും ഡോക്ടേഴ്സും നടത്തിയ പരിശോധനയിലാണ് ഈ സ്ഥിരീകരണം വന്നത്. സൂരജ് സജി നമുക്കൊപ്പം ചേരുന്നു തൃശ്ശൂരിൽ നിന്ന് വീണ്ടും. സൂരജ്, ഇത് കരടിയായിരുന്നോ ശരിക്കും? തമിഴ്നാട് ഉൾപ്പെടെയുള്ള വാൽപ്പാറയുടെ അതിർത്തി മേഖലകളിൽ ഈ കരടിയുടെ ശല്യം രൂക്ഷമാണ്. ഈ പുലിയേക്കാൾ കൂടുതലായി ഈ മേഖലയിലുള്ളത് കരടിയാണ്. അത് പലപ്പോഴും ഈ വാർത്തയായി തന്നെ പുറത്തു വരികയും ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് ഈ ലയത്തിന് മുന്നിലിരുന്ന് കളിക്കുകയായിരുന്ന കുട്ടിയെ പിന്നീട് കാണാതാകുന്നത്. ഈ കുട്ടിയെ കാണാതാകുന്നതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ സമീപത്തെ തേയിലത്തോട്ടത്തിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. ഈ മുഖത്തടക്കം മാംസം ഉണ്ടായിരുന്നില്ല, ശരീരത്തിന്റെ ഭാഗങ്ങളിലടക്കം മാംസം ഉണ്ടായിരുന്നില്ല. ഇതോടുകൂടിയാണ് ഇത് പുലിയാകാം, പുലി ഈ കുട്ടിയെ കൊണ്ടുപോയി ആക്രമിച്ചതാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. മൃതദേഹം പിന്നീട് വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ ഈ ആശുപത്രിയിലെത്തി മൃതദേഹം പരിശോധിച്ചതിൽ നിന്നും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിൽ എത്തി നടത്തിയ പരിശോധനയിൽ നിന്നുമാണ് ഇപ്പോൾ കരടിയാണ് ഈ കുട്ടിയെ ആക്രമിച്ചത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കുട്ടിയുടെ മുഖത്തുണ്ടായിരിക്കുന്ന മുറിവിന്റെ രീതിയെല്ലാം തന്നെ കരടിയുടെ ആക്രമണത്തിലുള്ളതാണ് എന്ന് ഡോക്ടർമാർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി ആരംഭിക്കും. തമിഴ്നാട് സർക്കാർ ഈ മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കരടിയാണെങ്കിൽ ഈ കരടിയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങുകയാണ് എന്നുള്ളതാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. കരടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്ന നിഗമനം. എന്തായാലും ഈ മേഖലയിൽ കൂടടക്കം സ്ഥാപിച്ചുകൊണ്ട് ഈ ആക്രമിച്ച വന്യജീവിയെ കണ്ടെത്തുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് തമിഴ്നാട് വനംവകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.